മാധ്യമങ്ങളുടെ യുദ്ധ കച്ചവടം കാണണം. ക്രിക്കറ്റ് കളിയുടെ കമൻട്രി പറയും പോലെയാണ് യുദ്ധത്തെ സംബന്ധിച്ചുള്ള കമൻട്രികൾ പറയാൻ മത്സരം നടക്കുന്നത്. സംഭവിക്കുന്നത് എന്തെന്ന് ജനത്തെ അറിയിക്കുകയല്ല, ടാം റേറ്റിംഗിൽ വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടുന്നു. ആ അവസരത്തെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾക്ക് അതിൽ പിടിച്ച് ആദ്യം എത്തണം. നമുക്ക് ഒന്നാം സ്ഥാനം പിടിക്കണം. ക്ഷീരമുള്ള ഒരു അകിടിൻ ചോട്ടിലും ചോര തന്നെ കൊതുകിന് സാധനമെന്ന് പറയുന്ന അതേ അവസ്ഥ. പല ചാനലുകൾ മാറി മാറി നോക്കുമ്പോൾ അതിൽ റിപ്പോർട്ടർ ചാനലാണ്. നേരത്തെ അവർ ഇലക്ഷൻ സമയത്തും ഇതുപോലെ വളഞ്ഞിരുന്ന് ഓരോരുത്തർക്ക് തോന്നുന്നത് ഓരോരോ കാഴ്ചകളായിട്ട് ആവേശഭരിതരായി പറയുകയാണ്. ആ ആവേശം ചിലർക്ക് രോമാഞ്ചവും മറ്റു ചിലരുടെ ആശങ്കയുമാണ്. ബിഗ് ബ്രേക്കിംഗ് ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കുമുള്ള പ്രവേശനം ഇപ്പോൾ എൻട്രി ബാൻ ചെയ്തിരിക്കുന്നു. ഏറ്റവും വിമാനത്താവളങ്ങൾ അടച്ചു. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്നുള്ളതാണ് വിവരം വരുന്നത്, അല്ലേ? എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു. എൻട്രി ടു എയർപോർട്ട് അക്രോസ് ഇൻ കേസ് ബാൻ എന്ന് വെച്ചാൽ വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു. പുതുതായിട്ട് ഒരു ടേക്ക് ഓഫും അനുവദിക്കുന്നതല്ല. ഇതുവരെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യുമെന്നതല്ലാതെ പുതിയ ഒരു പാസഞ്ചറെയും ഇനി വിമാനത്താവളങ്ങൾ അനുവദിക്കില്ല. വിമാനത്താവളം ഇന്ത്യ മുഴുവനല്ലേ? അതെ, ഇന്ത്യ മുഴുവനുള്ള വിമാനത്താവളം അടച്ചിരിക്കുന്നു. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. വിമാനത്താവളം അടച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. യുദ്ധ സമാനമായ സാഹചര്യം എന്നല്ല, ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു. ഹൈ അലേർട്ട്. ഫസ്റ്റ് റിപ്പോർട്ട് ഓഫ് ബ്രേക്കിംഗ്. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുന്നു. രാജ്യം അതീവ സുരക്ഷയിലേക്ക് പോകുന്നു. രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ശ്രീനഗർ അതിർത്തി പ്രദേശങ്ങളെല്ലാം സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലാണ്. ഇപ്പോൾ ആകാശത്ത് നിന്നുള്ള യുദ്ധം കരയിലേക്ക് ചാവേർ ആക്രമണമായി മാറുന്നു. പഥാൻകോട്ടിൽ സീരീസ് ആയി 2 സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. ആശങ്കയുടെ നടുവിൽ നിൽക്കുന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് എണ്ണ കോരി ഒഴിച്ച് അതുപോലും വാർത്താ കച്ചവടത്തിൻ്റെ മൂല്യമുള്ള ഉൽപ്പന്നമാക്കി വിറ്റഴിക്കാൻ മത്സരിക്കുകയാണ്. എങ്ങനെ കഴിയുന്നു എന്നാണ്. ഒരു യുദ്ധം രാജ്യത്തുണ്ടാക്കിയേക്കാവുന്ന കെടുതികൾ, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ സ്റ്റുഡിയോയ്ക്കകത്തിരുന്നു കൊണ്ടും, അതും സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്നല്ല, സ്റ്റുഡിയോയ്ക്കകത്തിരുന്ന് ക്രിക്കറ്റ് കളി കണ്ടിട്ട് ഓരോരുത്തരും ഓരോരോ ഭാവനയിൽ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കും പോലെ യുദ്ധത്തിൻ്റെ ഓരോ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഓരോരുത്തരുടെ ഭാവനകൾ അങ്ങ് വിടർത്തി വിടുകയാണ്. ആശങ്കയിൽ ആഴ്ന്നു നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ലാഘവത്തോടുകൂടി കാര്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയുന്നത്? ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാളം? എന്തിനാണ് ഇത്ര മത്സരം? ഇത് ഈ നാട്ടിലെ 140 കോടി ജനങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ആ പ്രശ്നത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാം റേറ്റിംഗ് മത്സരത്തിൽ ഏറ്റവും മുൻപന്തിയിലെത്താനുള്ള ഒരു മത്സരം മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3ഉം 4ഉം പേര് വളഞ്ഞിരുന്ന് ഓരോരുത്തരും എന്തൊക്കെയോ ആവേശഭരിതരായി വിളിച്ചു കൂവുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില യുദ്ധ കൊതിയന്മാരുണ്ട്. അവർക്ക് ഉന്മാദം സൃഷ്ടിക്കാൻ നിങ്ങളുടെ യുദ്ധ കോപ്പുകളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വല്ലാതെ പ്രലോഭനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ഒരാൾ കൊടുക്കും, മറ്റൊരാൾ ഉള്ളിലെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയും അവരെ ഹീറോയിസ്റ്റിക് ആക്കാൻ വേണ്ടിയുള്ള പല ഡയലോഗുകൾ. പക്ഷേ ആശങ്കയുടെ തോക്കിൻ മുന്നിൽ ജീവിക്കുന്ന കുറേയേറെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ടോ? അവരെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ നിങ്ങൾ ആവേശഭരിതരായിട്ട് വ്യൂവർഷിപ്പ് മുഴുവൻ ഞങ്ങളിലേക്ക് വരട്ടെ എന്ന രീതിയിൽ ഈ മത്സരം നടത്തുന്നത്? ഇതൊരു മത്സരം നടത്താനുള്ള വേദിയാണോ? ഇതാണോ മാധ്യമപ്രവർത്തനം? വിമാനത്താവളങ്ങൾ അടച്ചു എന്ന രീതിയിൽ പോലും പൊട്ടത്തരങ്ങൾ വിളിച്ചു കൂവുമ്പോൾ എന്താണ് ഈ രാജ്യത്തെ മനുഷ്യർക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം? അവരെ പരമാവധി ഭയചകിതരാക്കുക, ആശങ്ക സൃഷ്ടിക്കുക. അതിനുവേണ്ടി മത്സരബുദ്ധിയോടുകൂടി പാഞ്ഞ് വ്യൂവർഷിപ്പ് കൂട്ടി നിങ്ങൾ ടാം റേറ്റിംഗിൽ ഒന്നാമതെത്തുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടുന്നു? ആരെയും എടുത്തു പറയുന്നില്ല. എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിലുള്ള ആവേശങ്ങൾ വാരി വിതറുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭമാണോ ഇത്? മനുഷ്യരെ ഭയപ്പെടുത്താതെ സമാധാനമായിട്ട് ഉറങ്ങാനുള്ള അവസരമുണ്ടാക്കേണ്ട ഇടത്ത് ഇവർക്ക് കുറേ പേർക്ക് തെളിയിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, ഞങ്ങളെല്ലാം കൃത്യസമയത്ത് അറിയുന്നവരാണ്, ഞങ്ങൾക്കിതിനെ സംബന്ധിച്ച് വിവരം കിട്ടുന്നുണ്ട് എന്നെല്ലാം മുക്കും മുറിയും അരികും വെച്ചിട്ട് തട്ടിവിടുമ്പോൾ മനസ്സിലാക്കുക, മനുഷ്യരുടെ ഭയം വിറ്റാണ് നിങ്ങൾ ജീവിക്കുന്നത്. മനുഷ്യരുടെ ആശങ്ക വിറ്റാണ് നിങ്ങൾ ടാം റേറ്റിംഗിൽ മുന്നേറുന്നത്. അല്ലെങ്കിൽ മനുഷ്യരുടെ സമാധാനമില്ലായ്മയും മനുഷ്യരുടെ ചിലരുടെ യുദ്ധക്കൊതിയെയും വിറ്റ് നിങ്ങൾ അന്നം മേടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ജോലിയുടെ അന്തസ്സിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ വേണമോ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്? മത്സരങ്ങൾ നടത്തേണ്ടത് ഇവിടെയാണോ? ക്രിക്കറ്റ് കമൻട്രി പറയും പോലെയാണോ ഇതിനെക്കുറിച്ച് നമ്മൾ വളഞ്ഞിരുന്ന് ഇലക്ഷൻ സമയത്തൊക്കെ തട്ടിവിടും പോലെയുള്ള വാചക കസർത്തുകൾ നടത്തുമ്പോൾ അത് കണ്ടിരിക്കുന്ന എല്ലാവരും ആസ്വദിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതരുത്. അതിർത്തിയിലുള്ള സൈനികരുടെ കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ ഉള്ളിലുണ്ട് ആശങ്ക. അവിടെ നിങ്ങൾ
ചെറിയ സംഭവങ്ങളെപ്പോലും പൊലിപ്പിച്ച് പറയുകയും അല്ലെങ്കിൽ ആവേശഭരിതരായി പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആശങ്ക, അത് അവർക്കുണ്ടാക്കുന്ന സമാധാനക്കേട്, നഷ്ടപ്പെടുത്തുന്ന ഉറക്കം, ഇതിനൊക്കെ നിങ്ങൾ ഉത്തരവാദികളായി മാറുന്നുണ്ട്. അതുകൊണ്ട് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് കിട്ടുന്ന പണം മതി എന്ന് ചിന്തിക്കുക. അല്ലാതെ ഈ ഒരു സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം പിടിക്കാമെന്നുള്ള ആ വൃത്തികെട്ട മനോഭാവമുണ്ടല്ലോ, അതിനെ ഈ നാട്ടിൽ ഒരിക്കലും മാധ്യമധർമ്മമെന്ന് വിളിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനമെന്ന് പറയാനുമാകില്ല.